ഹലോ എവരിവൺ. നമ്മൾ ഇന്നലെ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്തു. അതിൻ്റെ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായി. അപ്പം നമുക്ക് ഇന്നലെ നമ്മൾ എന്താ ചെയ്തത്? അതിൻ്റെ ഫോറിയർ സീരീസ് സൊല്യൂഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ഇന്ന് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യണത്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. A tightly stretched string with fixed endpoints x is equal to 0 and x is equal to L is initially in a position given by kx L minus x. എന്താ തന്നേക്കണേ? നമുക്കൊരു ടൈറ്റ്ലി സ്ട്രെച്ച് ചെയ്തൊരു സ്ട്രിങ് ഉണ്ട്. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ വേവ് ഇക്വേഷൻ, ഇന്ന് നമ്മൾ ഹീറ്റ് ഇക്വേഷൻ പഠിക്കും. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ കേസിലൊക്കെ നമ്മൾ വേവ് ഇക്വേഷനാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു എല്ലും. പിന്നെ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനായിട്ട് നമുക്ക് തന്നേക്കുന്നത് കെ എക്സ് എൽ മൈനസ് എക്സ്. ഇഫ് ഇറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ഇൻ ദിസ് പൊസിഷൻ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ യു ഓഫ് എക്സ് ടി. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ആ സ്ട്രിങ് എന്നുള്ളത് ആദ്യം റെസ്റ്റിലായിരുന്നു, നമ്മളതിനെ റിലീസ് ചെയ്യണു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ യു ഓഫ് എക്സ് ടി കണ്ടുപിടിക്കാനാണ് നമ്മുടെ പ്രോബ്ലം. നോക്കിയേ, അപ്പോൾ നമുക്ക് തന്നേക്കണ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ്. അതായത് റെസ്റ്റിലിരിക്കുന്ന സ്ട്രിങ്ങിനെയാണ് നമ്മൾ റിലീസ് ചെയ്യണേ. അപ്പം നമുക്ക് അറിയാം ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് തുടക്കത്തിൽ ആ സ്ട്രിങ് റെസ്റ്റിലായിരുന്നു. റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എപ്പോഴും 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. പിന്നെ നമ്മൾ സ്ട്രിങ്ങിൻ്റെ കേസാണല്ലോ ഇപ്പോൾ ഡീൽ ചെയ്യണേ. അപ്പോൾ നമ്മൾ വേവ് ഇക്വേഷനാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. വേവ് ഇക്വേഷൻ നമ്മൾ ഇന്നലെ പഠിച്ചു. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഒരു വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്താ? ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ആ വേവ് ഇക്വേഷന് നമ്മൾ സോൾവ് ചെയ്ത് അതിൻ്റെ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷനൊക്കെ നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ അതിൻ്റെ സൊല്യൂഷൻ ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സാധാ നമ്മൾ ചെയ്തോണം. എന്താ നമ്മൾ ചെയ്ത ഓർമ്മയില്ലേ? മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്തത് അതിൻ്റെ സൊല്യൂഷൻ. പക്ഷെ നമുക്ക് ഈ സൊല്യൂഷൻ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം നോക്കിയേ, നമ്മൾ ഇന്നലെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഈ 1 ആണ് നമ്മുടെ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് എന്താ? യു ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to infinity സൈൻ എൻ പൈ എക്സ് ബൈ എൽ എ എൻ കോസ് എൻ പൈ എ ടി ബൈ എൽ പ്ലസ് ബി എൻ സൈൻ എൻ പൈ എ ടി ബൈ എൽ. എ എനും ബി എനും ഒക്കെ നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻസ് ആണ്. എ എൻ എന്തായിരുന്നു? 2 by L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ബി എന്നോ 2 by N പൈ എ ഇൻ്റഗ്രൽ 0 to L ജി ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. അപ്പോൾ ഇത്രയാണ് സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ ഒരു വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യു ഓഫ് എക്സ് ടി എഴുതാം. അവിടെ കോൺസ്റ്റൻറ്റ് എ എൻ ബി എൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഇനി നമുക്കിപ്പോൾ തന്നേക്കണത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഈ സൊല്യൂഷൻ നമ്മൾ എഴുതി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ എ എന്നും ബി എന്നും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ഈ സൊല്യൂഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് നോക്കിയേ, ചില കേസിൽ നമുക്ക് എല്ലൊക്കെ തന്നിട്ടുണ്ടാവും. എൽ എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ്. നമ്മൾ എല്ല് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ നോക്കിയേ, എ എൻ കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് അറിയുകയാണെങ്കിൽ ആ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എ എൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. ജി ഓഫ് എക്സ് കിട്ടിയ ബി എൻ എന്താണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജി ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബി എൻ കിട്ടും. എന്നിട്ട് നമ്മൾ ഈ യു ഓഫ് എക്സിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതാണ് നമുക്ക് തന്നേക്കണ പ്രോബ്ലം. അങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്ക് തന്നേക്കണ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ യു ഓഫ് എക്സ് ടി എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് എ എനും ബി എനും കണ്ടുപിടിച്ച് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നോക്കിയേ, നമുക്ക് കുറച്ച് കണ്ടീഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ്, നമുക്ക് എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫോറിയർ സീരീസ് അതിൻ്റെ ഡെറിവേഷൻ ഒന്ന് എടുത്ത് നോക്കാം. എഫ് ഓഫ് എക്സ് എന്നുള്ളത് നമ്മൾ യു ഓഫ് എക്സ് 0നെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തത്. അതായത് ഇനീഷ്യൽ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് പേജ് മറിച്ച് നോക്കി കാണും. എഫ് ഓഫ് എക്സ് എന്നുള്ളത് യു ഓഫ് എക്സ് 0 ആയിരുന്നു. അപ്പോൾ അത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് കൊടുക്കണം. ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും എന്താണ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അതിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പേര് വിളിക്കുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയേ,
നമുക്ക് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് kx × L - x. അപ്പോൾ നമ്മുടെ f(x) എന്നുള്ളത് u(x0) ആയിരുന്നു. അതെന്താ? അത് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ക്വസ്റ്റ്യനിൽ kx × L - x. ഇനി g(x) എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് ∂u/∂t ആയിട്ട് t = 0. ∂u/∂t ആയിട്ട് t = 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ സ്ട്രിങ് ആദ്യം ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ g(x) എന്നുള്ളത് 0 ആണ്. ഇപ്പോൾ നമുക്ക് f(x) കിട്ടി, g(x) കിട്ടി. ഇനി നമ്മൾ ഈ a(n)ൻ്റെ ഇക്വേഷനിൽ f(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് a(n) കിട്ടും, g(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് b(n) കിട്ടും. അപ്പോൾ നമ്മൾ a(n) കണ്ടുപിടിക്കുകയാണ്. a(n) = നമ്മുടെ ഇക്വേഷൻ എന്താ? 2/L × 0 to L f(x) sin nπx/L dx. അതാണ് നമ്മുടെ a(n). ഇപ്പോൾ ചില കേസിൽ നമുക്ക് എല്ലിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എല്ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് തന്നേക്കണത് എൻഡ് പോയിൻറ്റ്സ് x = 0യും എല്ലും ആയിട്ടാണ് തന്നേക്കണത്. എല്ലിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും തന്നിട്ടില്ല, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ എഴുതാം. f(x) നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് kx × L - x, അതായത് k × xl - x² sin nπx/L dx. k കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രലിനെ പുറത്തോട്ട് എടുക്കാം. 2k/L × 0 to L xl - x² sin nπx/L dx. ഇപ്പോൾ നമുക്ക് an കിട്ടി. an കിട്ടിയിട്ടില്ല, നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നോക്കി ഇതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നറിയോ? നോക്കി ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ നോക്കിയേ, ഇൻ്റഗ്രൽ 0 to L xl - x², അതൊരു ഫംഗ്ഷനാണ്. sin nπx/L അത് വേറൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഐലേറ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. ഐലേറ്റ് റൂള് എന്താണെന്നതേ ഞാനവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. നോക്കി, ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്നുള്ളത് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് d/dx ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യണം. നോക്കിയേ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇൻ്റഗ്രൽ 0 to L xl - x² sin nπx/L dx. 2k/L അവിടെ ഉണ്ട്, നമ്മൾ എഴുതാം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? xl - x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് sin nπx/L ഡെറിവേറ്റീവ്. സൈൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് nπx/L ഡിവൈഡഡ് ബൈ ആ കോൺസ്റ്റൻറ്റ് വരും nπ/L മൈനസ് ഇൻ്റഗ്രൽ ഓഫ് d/dx ഓഫ് ഫസ്റ്റ് xl - x² ഡെറിവേറ്റീവ് L - 2x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ് മൈനസ് കോസ് nπx/L ഡിവൈഡഡ് ബൈ nπ/L dx. ലിമിറ്റ് കൊടുക്കുക 0 to L. അപ്പോൾ നമ്മൾ നോക്കിയേ, ഫസ്റ്റ് എഴുതി വെച്ചാണ് അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. 2k/L അവിടെ പുറത്തുണ്ട്. നോക്കിയേ, നമ്മൾ ആദ്യം 0 to L ആണ്, നമ്മൾ ആദ്യം എക്സിന് L ആണ് കൊടുക്കുക. L കൊടുക്കുമ്പോൾ നോക്കിയേ, എക്സിന് L കൊടുക്കുമ്പോൾ L × L - L², L² - L² 0 ആയിട്ട് പോകും. അപ്പോൾ എക്സിന് L കൊടുക്കുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടണത്. ഇനി എക്സിന് 0 കൊടുക്കണം. എക്സിന് 0 കൊടുക്കുമ്പോഴും 0 - 0 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ 0 ആയിട്ട് പോയി. പിന്നെ ബാക്കി എന്തുണ്ട് നോക്കി, -0 to L L - 2x ഇൻറ്റു മൈനസ് കോസ് nπx/L ഡിവൈഡ് ബൈ nπ/L dx ഉണ്ട്. മൈനസും മൈനസും പ്ലസ് ആയി, പ്ലസ് ഇൻ്റഗ്രൽ 0 to L L - 2x കോസ് nπx/L ഡിവൈഡഡ് ബൈ nπ/L dx. ഇനി അതിൽ nπ/L ഒരു ഡിനോമിനേറ്ററിൽ കിടക്കുന്നുണ്ട്, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കതിന് ഇൻ്റഗ്രലിൻ്റെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഡിനോമിനേറ്ററിലായതുകൊണ്ട് പുറത്തോട്ട് വരുമ്പോൾ നമ്മളത് റെസിപ്രോക്കൽ എടുത്തിട്ട് 2k/L ഇൻറ്റു L ഡിവൈഡഡ് ബൈ nπ ഇൻ്റഗ്രൽ 0 to L L - 2x കോസ് nπx/L dx. ഇവിടെ എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി, 2k/nπ. വീണ്ടും നോക്കി ഇൻ്റഗ്രൽ എന്താണെന്ന്, ഇൻ്റഗ്രൽ 0 to L L - 2x കോസ് nπx/L dx. വീണ്ടും അവിടെ പ്രൊഡക്റ്റ് ഓഫ് ഫങ്ഷൻസ് വന്നു ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ. വീണ്ടും നമ്മൾ സെയിം ഫോർമുല തന്നെ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് d/dx ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ പറഞ്ഞത്? L - 2x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് കോസ് nπx/L ഇൻ്റഗ്രൽ. അതെന്താ വരുന്നത്? കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ nπx/L ഡിവൈഡഡ് ബൈ ആ nπx/L വീണ്ടും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് താഴെ വരും, ഇതാണ് nπ/L മൈനസ് ഇൻ്റഗ്രൽ ഓഫ്, അതായത് ഇൻ്റഗ്രൽ 0 to L ഇൻ്റഗ്രൽ ഓഫ് d/dx ഓഫ് ഫസ്റ്റ് L - 2x നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -2
ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ഡി എക്സ് ലിമിറ്റ് 0 to L. നോക്കി, ഇനി നമ്മൾ ആദ്യം 2k ബൈ എൻ പൈ പുറത്തുണ്ട്, ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കും. ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കി, ആദ്യം നമ്മൾ എക്സിന് എൽ എന്ന് പറഞ്ഞ ലിമിറ്റാണ് കൊടുക്കണം. അതായത് ഫസ്റ്റ് ടേമിന് മാത്രം ബ്രാക്കറ്റിനുള്ളിൽ. അപ്പോൾ എൽ മൈനസ് 2L സൈൻ എൻ പൈ എൽ, എക്സിന് എൽ കൊടുത്തു, എൽ ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ മൈനസ് നോക്കി അടുത്ത് 0 ആണ് കൊടുക്കണം. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? എൽ മൈനസ് 2x എന്നുള്ളത് എൽ മൈനസ് 0 എല്ലായി മാറി. പിന്നെ സൈൻ 0 വരും. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ സെക്കൻഡ് ടേം എൽ ഇൻറ്റു 0 0 ആയിപ്പോയി. പ്ലസ് നമ്മുടെ ഇൻ്റഗ്രൽ അവിടെ ഉണ്ട്, മൈനസും മൈനസും ചേർന്ന് പ്ലസ് ഇൻ്റഗ്രൽ 0 to L സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ഡി എക്സ്. ഫസ്റ്റ് ടേം നോക്കി, എൽ മൈനസ് 2L സൈൻ എൻ പൈ ബൈ എൽ ബൈ എൽ. ആ എല്ലാം ക്യാൻസൽ ചെയ്ത് അവിടെ ഒരു സൈൻ എൻ പൈ വരും. നമുക്കറിയാം സൈൻ എൻ പൈയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ആ ടേമും ഫുള്ളും 0 ആയിട്ട് പോകും. ബാക്കി അവിടെ എന്തോ വരണുള്ളൂ, ആ ഇൻ്റഗ്രൽ മാത്രമേ വരണുള്ളൂ. അതായത് 2k ബൈ എൻ പൈ ഇൻറ്റു 2 ഇൻ്റഗ്രൽ 0 to L സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ ഡി എക്സ്. നേരത്തെ ചെയ്തോണം, ഡിനോമിനേറ്ററിലെ എൻ പൈ ബൈ എല്ലിനെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരാം. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 4k ഡിവൈഡഡ് ബൈ എൻ പൈ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ഇൻ്റഗ്രൽ 0 to L സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് 4k എൽ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻ്റഗ്രൽ 0 to L സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഇപ്പോൾ ഇവിടെ ഇൻ്റഗ്രലിലുള്ള ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ. നമ്മൾ സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 4k എൽ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ പുറത്തുണ്ട്. സൈൻ എൻ പൈ എക്സ് ബൈ എല്ലിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ എൽ നമ്മൾ അതിൻ്റെ ലിമിറ്റ് 0 to L. ഇനി നമ്മൾ ആ ഡിനോമിനേറ്ററിലെ എൻ പൈ ബൈ എല്ലിന് നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് എൽ ബൈ എൻ പൈ വരും. പിന്നെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, മൈനസ് കോസ് എൻ പൈ എക്സിന് നമ്മൾ എൽ കൊടുക്കുക ആദ്യം. അപ്പോൾ എൻ പൈ എൽ ബൈ എൽ പ്ലസ് 0 കൊടുക്കുമ്പോൾ മൈനസ് ഓഫ് മൈനസ് ആണ് കേട്ടോ അവിടെ പ്ലസ് വന്ന്, പ്ലസ് കോസ് 0. നമുക്കറിയാം കോസ് 0 1 ആണ്. ഇനി കോസ് എൻ പൈ അവിടെ ഉണ്ട്. കോസ് എൻ പൈ അതായത് എല്ലാം ക്യാൻസൽ ചെയ്ത് ഫസ്റ്റ് ടേം മൈനസ് കോസ് എൻ പൈ ആണ്. കോസ് എൻ പൈയുടെ വാല്യൂ -1 ഓൾ റേസ് ടു n ആണ്. അതായത് കോസ് എൻ പൈ എന്നുള്ളത് n ഓഡ് ആവണ കേസിൽ അതിൻ്റെ വാല്യൂ -1ഉം n ഈവൻ ആവണ കേസിൽ അതിൻ്റെ വാല്യൂ 1ഉം ആണ്. അതായത് കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1 റേസ് ടു n ആണ്. ഓൾറെഡി അവിടെ ഒരു മൈനസ് ഉണ്ട് കോസ് എൻ പൈയുടെ മുൻപിൽ. അപ്പോൾ ആ മൈനസും കൂടി ചേർത്ത് -1 റേസ് ടു n പ്ലസ് 1 പിന്നെ കോസ് 0 പ്ലസ് 1. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്നത് എന്താ? 4k എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് ഇൻറ്റു -1 ദ ഓൾ റേസ് ടു n പ്ലസ് 1 പ്ലസ് 1. ഇത് എന്തായാലും നമ്മൾ കണ്ടുപിടിച്ച് വന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? നമ്മുടെ an എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത് bn കണ്ടുപിടിക്കണം. bnൻ്റെ ഇക്വേഷൻ നോക്കി, bn ഈക്വൽ ടു 2 ബൈ എൻ പൈ എ ഇൻ്റഗ്രൽ 0 to L g ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ജി ഓഫ് എക്സ് നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ തന്നേക്കണേ? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് ജി ഓഫ് എക്സ്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് bn 0 എന്ന് കിട്ടാം. ഇപ്പം നമുക്ക് an കിട്ടി, bn കിട്ടി. നമ്മൾ യു ഓഫ് എക്സ് ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ഓഫ് എക്സ് ടി നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. യു ഓഫ് എക്സ് ടി is equal to കണ്ട സമ്മേഷൻ n is equal to 1 to n. ആ ഇക്വേഷനിൽ an കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. bnൻ്റെ ടേം 0 ആയിട്ട് പോകും, കാരണം bn 0 ആയതുകൊണ്ട്. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷനായിട്ട് എന്താ പറയണത്? യു ഓഫ് എക്സ് ടി is equal to സമ്മേഷൻ n is equal to 1 to infinity 4k എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് ഇൻറ്റു -1 റേസ് ടു n പ്ലസ് 1 പ്ലസ് 1. ഇത് എൻ്റെ വാല്യൂ ആണ്. പിന്നെ സൈൻ എൻ പൈ എക്സ് ബൈ എൽ കോസ് എൻ പൈ എ ടി ബൈ എൽ. അപ്പോൾ ഇതാണ് നമ്മുടെ തന്നേക്കുന്ന പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. എന്താ ഇത്രേ ഉള്ളൂ. നമ്മൾ ആ വേവ് ഇക്വേഷൻ നമുക്ക് ഓർമ്മ വേണം. ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വേവ് ഇക്വേഷൻ എഴുതാം, ആ ഫൊറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ, അതിൽ an എന്താ bn എന്താ ഇത്രയും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇനി നിങ്ങൾക്കത് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ആ ഡെറിവേഷൻ ഇഷ്ടം പോലെ 2-3 പേജ് ഉണ്ട്, അത് എക്സാമിന് ചെയ്യാൻ തന്ന സമയം എടുക്കും. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ അത് ഫുള്ളും ഡിറൈവ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. A uniform elastic string of length 60 cm is subjected to a constant tension of 2 kN. അതായത് നോക്കി,
നമുക്കൊരു യൂണിഫോം ഇലാസ്റ്റിക് സ്ട്രിങ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് 60 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് എല്ലിൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഈസ് സബ്ജക്റ്റഡ് ടു എ കോൺസ്റ്റൻറ്റ് ടെൻഷൻ 2kN. ആ ടെൻഷൻ ടി എന്നുള്ളത് 2kN ആണ് തന്നിട്ടുണ്ട്. ഇഫ് ദ എൻസ് ആർ ഫിക്സഡ് ആൻഡ് ദ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 60x - x². അപ്പോൾ എൻ്റെ ഫിക്സ്ഡ് ആണ് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് എന്താണെന്ന് തന്നിട്ടുണ്ട്, 60x - x². ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ f(x) എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി 0. ഇനീഷ്യൽ വെലോസിറ്റി g(x) 0 ആണെന്ന് കിട്ടും. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ u(xt). ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ u(xt) ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. നോക്കി, നമുക്കറിയാം നമ്മുടെ വേവ് ഇക്വേഷൻ എന്നുള്ളത് (∂2u/∂t2 = a²(∂2u/∂x²). അതിൻ്റെ സൊല്യൂഷൻ എന്താ? u(xt) = ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഫോറിയർ സീരീസ് സൊല്യൂഷൻ summation n = 1 to infinity sin nπx/l an cos nπat/l plus bn sin nπat/l. അതിൽ an എന്നുള്ളത് എന്താ? an = 2/l integral 0 to l f(x) sin nπx/l dx. bn = 2/nπa integral 0 to l g(x) sin nπx/l dx. നോക്കിയേ, ഇനി നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ടെൻഷൻ എന്നുള്ളത് 2 ആണ്. അതായത് ടിയുടെ വാല്യൂ 2 ആണ്. ഈ a² നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചപ്പോൾ ഈ a² എന്ന് പറഞ്ഞത് നമ്മൾ എന്താണെന്ന് പറഞ്ഞത്, ഈ t/m എന്ന് പറഞ്ഞാൽ മാസ്, ടി എന്ന് പറഞ്ഞാൽ ടെൻഷൻ. ആ t/m എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ a² എന്ന് പറഞ്ഞ് റീനെയിം ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ t/m ആണ് a². ടി നമുക്ക് ഓൾറെഡി തന്നേക്കണുണ്ട്. അപ്പോൾ നമുക്ക് a² എങ്ങനെ എഴുതാം? 2/m എന്ന് എഴുതാം. ടിക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അതായത് നമുക്ക് തന്നേക്കണ വാല്യൂ ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ എനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ടെൻഷൻ ടി ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് സൊല്യൂഷനിൽ a² തന്നെ വരും. പക്ഷെ നമുക്ക് ടിയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് a² = 2/m എന്ന് എഴുതാം. അതായത് എന്തൊക്കെ ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. നോക്കി, നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ, അതായത് നമ്മൾ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ എഴുതിയപ്പോൾ നമ്മൾ 2 ബൗണ്ടറി കണ്ടീഷൻ എഴുതി, 2 ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ എഴുതി. ബൗണ്ടറി കണ്ടീഷൻ എന്തായിരുന്നു? u(0t) = 0, u(LT) = 0. അത് ഫിക്സ്ഡ് ആണ്. ഇവിടെ u(0t) = 0, u(LT) L ഇവിടെ 60 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ u(60t) = 0. ഇനീഷ്യൽ കണ്ടീഷൻ എന്തായിരുന്നു? f(x) = u(x)(0). അപ്പോൾ f(x) നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് നമുക്ക് തന്നേക്കണത് 60x - x². അപ്പോൾ f(x)ൻ്റെ വാല്യൂ എന്നുള്ളത് 60x - x² ആണ്. g(x)ൻ്റെ വാല്യൂ എന്താ? ∂u/∂t at t = 0. ഇത് g(x) എന്നുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, 0 ആണ് തന്നിട്ടുണ്ട്. f(x) കിട്ടി, g(x) കിട്ടി. എന്ത് ചെയ്യാം? ഇനി നമുക്ക് a(n)ഉം b(n)ഉം കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്തോണം തന്നെ. കുറച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ മെത്തേഡൊക്കെ വളരെ എളുപ്പമാണ്. a(n) എന്ന് പറഞ്ഞാൽ എന്താ? a(n) = 2/l. എല്ലിൻ്റെ വാല്യൂ 60 ആണ്. അപ്പോൾ 2/60 ഇൻ്റഗ്രൽ 0 to l ഇൻ്റഗ്രൽ 0 to 60. പിന്നെ f(x) എന്താ? 60x - x² ഇൻറ്റു sin nπx/l. എല്ലിന് 60 കൊടുക്കുക dx. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഇൻ്റഗ്രൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ 2/60 എന്ന് പറഞ്ഞാൽ 30 ആണ്. അല്ല, 1/30. ഞാൻ ഇപ്പോൾ 2/60 തന്നെ ഇട്ടാണ്. ഇൻ്റഗ്രൽ ഐലേറ്റ് റൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു 60x - x² ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇത് sin nπx/60യുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nπx/60 ഡിവൈഡഡ് ബൈ nπ/60 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് d/dx ഓഫ് ഫസ്റ്റ് 60x - x²ൻ്റെ ഡെറിവേറ്റീവ് 60 - 2x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താ പറയുന്നത്? മൈനസ് കോസ് nπx/60 ഡിവൈഡ് ബൈ nπ/60. നമ്മൾ ലിമിറ്റ് കൊടുക്കുക 0 to 60. നമ്മൾ നോക്കിയേ, ഫസ്റ്റ് നമ്മൾ 2/60 പുറത്തുണ്ട്. ഫസ്റ്റ് ടേമിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സിന് 60 നമ്മൾ കൊടുക്കുമ്പോൾ 60² - 60² 0 വരും. 0 കൊടുക്കുമ്പോൾ അതെ 0 - 0 0 ആയി. അപ്പോൾ ആ ടേം എന്നുള്ളത് 0 ആയിട്ട് പോയി. ബാക്കി നമ്മൾ ഡിനോമിനേറ്ററിൽ nπ/60 ഉണ്ട്, അതിന് നമ്മൾ
റെസിപ്രോക്കൽ എടുത്ത് പുറത്ത് കൊണ്ടിട്ടാണതാണ് 60/n/. ഇൻ്റഗ്രൽ 0 to 60 60 minus 2x cos n/x/60 dx. നമ്മളിനി നോക്കിയേ 60 ക്യാൻസൽ ചെയ്ത് പോയി 2/n/. ഇൻ്റഗ്രൽ 0 to 60 60 minus 2x cos n/x/60 dx എന്ന് കിട്ടും. ഇനി വീണ്ടും ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് ആണ്. നമ്മൾ ഐലേറ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 2/n/. പുറത്തുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ 60 minus 2x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് cos n/x/60യുടെ ഇൻ്റഗ്രൽ sin n/x/60 ഡിവൈഡഡ് ബൈ n//60 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് d/dx ഓഫ് ഫസ്റ്റ് 60 minus 2xൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളത് -2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് sin n/x/60 ഡിവൈഡഡ് ബൈ n//60 dx ലിമിറ്റ് 0 to 60. ഇനി നോക്കിയേ നമ്മൾ 60 കൊടുക്കാം 2/n/. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എക്സിന് ആദ്യം 60 കൊടുക്കുമ്പോൾ 60 minus 2 into 60 120 sin n/x എക്സിന് 60 കൊടുക്കുമ്പോൾ n/. 60/60 60 ക്യാൻസൽ ചെയ്ത് sin n/. ഡിവൈഡ് ബൈ n//60. അപ്പം തന്നെ sin n/. എന്നുള്ളത് 0 ആണ്. ആ ടേം ഓൾറെഡി 0 ആയി പോവും. ഇനി മൈനസ് 0 ലിമിറ്റ് കൊടുക്കുമ്പോൾ 60 minus 0 അതായത് 60 ഇൻറ്റു sin 0 വരും. അപ്പോൾ അതും ആ രണ്ട് ടേമും 0 ആയി പോയി. പ്ലസ് നോക്കിയേ പ്ലസ് നമ്മൾ അവിടെ അടുത്തത് ആ മൈനസാണ് പ്ലസ് ആയേ. പിന്നെ 2 ഇൻറ്റു 60/n/. അതായത് 120/n/. ഇൻ്റഗ്രൽ 0 to 60 sin n/x/60 dx. അതായത് 2/n/. പ്ലസ് 120/n/. ഇൻ്റഗ്രൽ 0 to 60 sin n/x/60 dx വരും. അതായത് 240/n²/π². ഇൻ്റഗ്രൽ 0 to 60 sin n/x/60 dx. ഇനി നമ്മൾ അതിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. sin n/x/60നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് cos n/x/60 ഡിവൈഡഡ് ബൈ n//60 ലിമിറ്റ് 0 to 60. ഇനി നമ്മൾ ഡിനോമിനേറ്ററിൽ n//60 ഉണ്ട്. അതിന് നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് കൊണ്ടുവരുമ്പോൾ 60/n/. ഇനി നമ്മൾ മൈനസ് cos n/x/60ക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സിന് ആദ്യം 60 കൊടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് cos n/60/60 60/60 ക്യാൻസൽ ചെയ്ത് മൈനസ് cos n/. മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് cos 0. നമ്മൾ നേരത്തെ പറഞ്ഞു cos n/യുടെ വാല്യൂ -1 all raised to n ആണ്. അവിടെ ഓൾറെഡി ഒരു മൈനസും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് -1 all raised to n+1 എന്ന് പറയുന്നത്. cos 0 1. അപ്പോൾ നമുക്ക് ഇപ്പോൾ an എന്താ കിട്ടണേ? 14,400 ഡിവൈഡഡ് ബൈ n³ π². n³ π³ -1 all raised to n+1 +1. അപ്പോൾ നമുക്ക് an-ൻ്റെ വാല്യൂ കിട്ടി. ഇനി നോക്കിയേ, ഇനി g(x) 0 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ bn എന്ന് പറഞ്ഞാൽ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ g(x) 0 ആയതുകൊണ്ട് തന്നെ bn 0 ആവും. അപ്പോൾ a-ൻ്റെ വാല്യൂ കിട്ടി, b-ൻ്റെ വാല്യൂ കിട്ടി. നമ്മൾ u(xt)യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u(xt) summation n is equal to 1 to infinity 14,400 divided by n³ π³ -1 all raised to n+1 +1 sin n/x/60 cos an πt/60. ഇതാണ് നമ്മുടെ സൊല്യൂഷനായിട്ട് വരുന്നത്. ഇനി നമുക്ക് തേർഡ് പ്രോബ്ലം നോക്കാം. A tightly stretched string with n points x is equal to 0 and x is equal to L is initially in a position given by sin cube πx/L. നോക്കിയേ, നമുക്ക് എന്താ തന്നേക്കണേ? ഒരു ടൈറ്റ്ലി സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഉണ്ട്. അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് എന്നുള്ളത് x is equal to 0, x is equal to L എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് sin cube πx/L. അതെന്ന് പറഞ്ഞാൽ f(x) ആണ്. ഇഫ് ഇറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ g(x) 0 ആണ്. ഇൻ ദിസ് പൊസിഷൻ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ u(xt) ഇൻ ടേംസ് ഓഫ് ഫോറിയർ കോഎഫിഷ്യൻ്റ് ഓഫ് f(x). അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണത് u(xt). വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ നമുക്ക് വേവ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. വേവ് ഇക്വേഷൻ നമുക്കറിയാം എന്താ? (∂2u/∂t² is equal to a²(∂2u/∂x²). അതിൻ്റെ സൊല്യൂഷൻ എഴുതാം. u(xt) is equal to summation n is equal to 1 to infinity sin n/x/L an
കോസ് എൻ പൈ എ ടി ബൈ എൽ പ്ലസ് ബി എൻ സൈൻ എൻ പൈ എ ടി ബൈ എൽ. എ എന്ന് പറഞ്ഞാൽ എന്താ 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ബി എൻ ഇസ് ഈക്വൽ ടു 2/n പൈ എ ഇൻ്റഗ്രൽ 0 to L ജി ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ യു ഓഫ് 0t is equal to 0, യു ഓഫ് എൽ ടി is equal to 0. ബൗണ്ടറി കണ്ടീഷൻ എല്ലാ വേവ് ഇക്വേഷനും സെയിം ആണ്. യു ഓഫ് 0t 0 ആണ്, യു ഓഫ് എൽ ടി 0 ആണ്. ഇനീഷ്യൽ കണ്ടീഷനാണ് ചേഞ്ച് വരാം. എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് 0. അത് നമ്മുടെ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്കത് തന്നിട്ടുണ്ട് സൈൻ ക്യൂബ് ഓഫ് പൈ എക്സ് ബൈ എൽ ആണ്. ജി ഓഫ് എക്സ് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, ഡോ യു ബൈ ഡോ ടി അറ്റ് ടി ഇസ് ഈക്വൽ ടു 0. അത് 0 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? എ എന്നും ബി എന്നും കണ്ടുപിടിക്കണം. എ എൻ എന്ന് പറഞ്ഞാൽ 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഇത് നോക്കി, ഇവിടെ നമുക്ക് നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല സൈൻ ക്യൂബിന്. അപ്പോൾ നമ്മൾ സൈൻ ക്യൂബ് എക്സ് എന്നുള്ളത് എന്താണെന്ന് നമുക്കറിയാം. സൈൻ ക്യൂബ് എക്സ് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 3 സൈൻ എക്സ് മൈനസ് സൈൻ 3x ആണ്. അപ്പോൾ സൈൻ ക്യൂബ് എക്സിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സൈൻ ക്യൂബ് എക്സ് അല്ല, സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ ആണ്. അപ്പോൾ എ എൻ ഇസ് ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ 0 to L 1/4 3 സൈൻ എക്സ് പൈ ബൈ എൽ മൈനസ് സൈൻ 3x പൈ ബൈ എൽ. അത്രയും എന്താ? സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എല്ലിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. പിന്നെ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ഉണ്ട്. അതായത് നമ്മൾ ഇത്രേ ഉള്ളൂ. സൈൻ ക്യൂബ് എക്സിൻ്റെ ഫോർമുല നമുക്കറിയാം. അപ്പോൾ സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ നമ്മൾ കണ്ടുപിടിച്ച് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനൊന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യണം. നോക്കി, അവിടെ 1/4 പുറത്തുണ്ട്. നമ്മളതിനെ 1/4നെ നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തോട്ട് എടുക്കുമ്പോൾ അവിടെ 2/4 വരും. അതായത് 1/2L. നമ്മൾ ആ ഇൻ്റഗ്രലിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യണം. ആ മൈനസ് ഉണ്ട്, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L സൈൻ പൈ എക്സ് ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 0 to L സൈൻ 3 പൈ എക്സ് ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കണം. ഇനി നമുക്ക് എ എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, അപ്പം നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ഒരു ഇക്വേഷൻ അറിയാം. നോക്കി, ഇൻ്റഗ്രൽ 0 to L സൈൻ എൻ പൈ എക്സ് ബൈ എൽ സൈൻ എം പൈ എക്സ് ബൈ എൽ. ഇതിൻ്റെ വാല്യൂ എന്നുള്ളത്, അതായത് ഇൻ്റഗ്രൽ 0 to L സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു സൈൻ എം പൈ എക്സ് ബൈ എല്ലിൻ്റെ വാല്യൂ എന്നുള്ളത് ആകെ കൂടി വാല്യൂ ഉള്ളത് എമ്മും എന്നും ഈക്വൽ ആവണ കേസിൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ. അതായത് ഈ ഇൻ്റഗ്രലിന് ആകെ കൂടി വാല്യൂ ഉള്ളത് എമ്മും എന്നും ഈക്വൽ ആവുമ്പോൾ, എമ്മും എന്നും ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ എന്നുള്ളത് L/2 ആണ്. അല്ലാത്ത കേസിലൊക്കെ അതിൻ്റെ വാല്യൂ 0 ആണ്. അതായത് ഇൻ്റഗ്രൽ 0 to L സൈൻ എൻ പൈ എക്സ് ബൈ എൽ സൈൻ എം പൈ എക്സ് ബൈ എല്ലിന് എം ഈക്വൽ ടു എൻ ആകുമ്പോൾ മാത്രമേ വാല്യൂ ഉള്ളൂ. എം ഈക്വൽ ടു എൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ L/2 ആണ്. എം നോട്ട് ഈക്വൽ ടു എൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇപ്പോൾ നോക്കിയേ, നമ്മൾ എ എന്ന് എഴുതി വെച്ചാണ് ഇക്വേഷൻ നമ്പർ 2 നോക്കിയേ. അതിവിടെ 2 ഇൻ്റഗ്രൽ ഉണ്ട്. ആ 2 ഇൻ്റഗ്രലും ഈ ഫോമിലാണ്. സൈൻ എൻ പൈ എക്സ് ബൈ എൽ സൈൻ എം പൈ എക്സ് ബൈ എൽ. ഫസ്റ്റ് ടേം നോക്കിയേ, അവിടെ സൈൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ. അവിടെ ഫസ്റ്റത്തെ അവിടുത്തെ കോൺസ്റ്റൻറ്റ് 1 ആണ്. എന്നിന് പകരം അവിടെ 1 ആണ്, എമ്മിന് പകരം n ആണ്. ഇനി സെക്കൻഡ് ടേമിൽ നോക്കിയേ, സൈൻ 3 പൈ എക്സ് ബൈ എൽ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ. അപ്പോൾ അവിടെ എന്നിന് പകരം 3യും എമ്മിന് പകരം n-ഉം ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എം ഈക്വൽ ടു n ആവണ കേസിൽ മാത്രമേ ഇതിന് വാല്യൂ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ഇൻ്റഗ്രലിന് എപ്പോൾ മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ? n ഈക്വൽ ടു 1 ആവുമ്പോൾ മാത്രമേ ഫസ്റ്റ് ഇൻ്റഗ്രലിന് വാല്യൂ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഇൻ്റഗ്രലിന് n ഈക്വൽ ടു 3 ആവണ കേസിൽ മാത്രമേ സെക്കൻഡ് ഇൻ്റഗ്രലിന് വാല്യൂ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ കേസിലും അതിൻ്റെ വാല്യൂ എന്നുള്ളത് 0 ആയിരിക്കും. അപ്പോൾ ആകെ കൂടി എ എന്നിന് എപ്പോൾ മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ? n ഈക്വൽ ടു 1 ആവണ കേസിലും n ഈക്വൽ ടു 3 ആവണ കേസിലും മാത്രമേ എ എന്നിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അതായത് A1-ന് ഒരു വാല്യൂ ഉണ്ട്, A3-ക്ക് ഒരു വാല്യൂ ഉണ്ട്. ബാക്കി എല്ലാ എന്നിൻ്റെ വാല്യൂം 0 ആയിരിക്കും. നമുക്ക് ഈ ഇൻ്റഗ്രലിൽ നിന്ന് പറയാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ A1-ഉം A3 മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പം നമ്മളത് കണ്ടുപിടിക്കുകയാണ്. A1 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി AN എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ n-ന് എന്ത് കൊടുക്കാം?
എന്നിന് നമ്മൾ 1 കൊടുക്കാം. അപ്പോൾ 1/2l 3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to l സൈൻ പൈ എക്സ് ഇൻറ്റു സൈൻ n 1 ആകുമ്പോൾ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. അപ്പോൾ സൈൻ പൈ എക്സ് ബൈ എൽ ഇൻറ്റു സൈൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് വരും. അതിൻ്റെ വാല്യൂ എന്നുള്ളത് l/2. നമ്മൾ എന്തെന്നാ പറഞ്ഞ നമ്മൾ A1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, എന്നിന് 1 കൊടുക്കുക. എന്നിന് 1 കൊടുക്കുമ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ 2 ഇൻ്റഗ്രൽ ഉണ്ട് അല്ലേ എന്നിൽ. അതിൽ ഫസ്റ്റ് ഇൻ്റഗ്രലിൽ എന്നും എമ്മും ഈക്വൽ ആയിട്ട് വരും. അതായത് സൈൻ 1 പൈ എക്സ് ബൈ എൽ, സെക്കൻഡ് ടേമും സൈൻ 1 പൈ എക്സ് ബൈ എൽ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്നുള്ളത് എന്താവും l/2. നമ്മളിപ്പോൾ എഴുതി വെച്ച് ഇക്വേഷൻ വെച്ചിട്ട്. സെക്കൻഡ് ഇൻ്റഗ്രൽ 0 ആണ്. അപ്പോൾ നമുക്ക് A1 കിട്ടുന്നത് 1/2l 3 ഇൻ്റഗ്രൽ 0 to l സൈൻ പൈ എക്സ് ബൈ എൽ സൈൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. സെക്കൻഡ് ഇൻ്റഗ്രൽ 0 ആയതുകൊണ്ട് എന്തോന്ന് മനസ്സിലായല്ലോ, അവിടെ 3ഉം 1ഉം ആണ് വരുന്നത്. അതായത് n is equal to 3ഉം m is equal to 1ഉം ആണ് വരുന്നത്. അപ്പോൾ m not equal to n ആണ്. ആ കേസിൽ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ A1 എന്നുള്ളത് എന്താ 1/2l ഇൻറ്റു 3. പിന്നെ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു l/2 ആണ്. അപ്പോൾ 3/4 ക്യാൻസൽ ചെയ്ത് നമുക്ക് A1 എന്നുള്ളത് 3/4 കിട്ടും. A2 നമ്മൾ പറഞ്ഞു A2 0 ആണ് വരാം. ഇനി A3 കണ്ടുപിടിക്കണം. A3 കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ n എന്നുള്ളത് 1ഉം m എന്നുള്ളത് 3ഉം ആവും. അപ്പോൾ അത് ഈക്വൽ അല്ല, അത് 0 ആയിപ്പോയി. അപ്പോൾ സെക്കൻഡ് ഇൻ്റഗ്രലിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പോൾ A3 എന്താ വരുന്നത്, A3 is equal to 1/2l ഇൻ്റഗ്രൽ 0 to l മൈനസ് സൈൻ 3 പൈ എക്സ് ബൈ എൽ സൈൻ 3 പൈ എക്സ് ബൈ എൽ ഡി എക്സ്. അതെന്നുള്ളത് ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ l/2 ആണ്. അപ്പോൾ നമുക്ക് മൈനസ് 1/2l ഇൻറ്റു l/2 is equal to മൈനസ് 1/4 എന്ന് കിട്ടും. ഇനി A4ഉം A5ഉം A6ഉം ഒക്കെ 0 ആണ്. ആകെ കൂടി A1നും A3ക്കും മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പോൾ നമുക്ക് AN ഒക്കെ കിട്ടി. ANൽ നമ്മൾ പറഞ്ഞു A1നും A3ക്കും മാത്രമേ വാല്യൂ ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. ഇനി g(x) നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് g(x) is equal to 0 എന്നാണ്. g(x) 0 ആയതുകൊണ്ട് തന്നെ bn 0 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u(xt) is equal to summation n is equal to 1 to infinity an sin n pi x by l cos n pi at by l. ഇത് bn 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ ഈ സമ്മ എക്സ്പാൻഡ് ചെയ്യാണ്. അതായത് എന്നിന് 1 2 3 എന്ന് പറഞ്ഞ വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാം, A1 sin pi x by l cos pi at by l പ്ലസ് A2 sin 2 pi x by l cos 2 pi at by l പ്ലസ് A3 ഇൻറ്റു അങ്ങനെ പോകും. പക്ഷേ നമുക്ക് A1നും A3നും മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ u(xt) വരുന്നത് 3/4 sin pi x by l cos a pi t by l മൈനസ് 1/4 sin 3 pi x by l cos 3 a pi t by l. അപ്പോൾ അതാണ് നമ്മുടെ u(xt). ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇനി നമുക്ക് ഫോർത്ത് പ്രോബ്ലം നോക്കാം. സോൾവ് ദ ഫോളോയിങ് പ്രോബ്ലം ഓഫ് വൈബ്രേറ്റിംഗ് സ്ട്രിങ് ഫോർ ദ ഫോളോയിങ് കണ്ടീഷൻ. അതായത് നമുക്ക് വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ് തന്നേക്കണേ. സ്ട്രിങ് എന്ന് എവിടെ കണ്ടാലും നമ്മൾ വേവ് ഇക്വേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ വേവ് ഇക്വേഷൻ കഴിയുമ്പോൾ ഹീറ്റ് ഇക്വേഷൻ പഠിക്കും. അപ്പോൾ നിങ്ങൾ സ്ട്രിങ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവ് ഇക്വേഷനാണ് സോൾവ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് കണ്ടീഷൻസും താഴെ തന്നിട്ടുണ്ട്. എന്താ കണ്ടീഷൻ തന്നേക്കണേ, y(0t) is equal to 0 y(20t) is equal to 0. അപ്പോൾ അവിടെ ആ ഒരു കണ്ടീഷനെ നമുക്ക് മനസ്സിലാക്കാം. L എന്നുള്ളത് 20 ആണ്. ഇനി നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നേക്കുന്നത് u(x0) അല്ല y(x0) is equal to 0 dy/dt at t is equal to 0 is equal to x when 0 less than or equal to x less than 10 20x when 10 less than or equal to x less than or equal to 20. നോക്കി നമ്മൾ പറഞ്ഞു ലെങ്ത് എന്നുള്ളത് 20 ആണ്. y(x0) 0 ആണ് തന്നേക്കണത്. നമ്മൾ പറഞ്ഞു y(x0)നെയാണ് നമ്മൾ f(x) എന്ന് വിളിച്ചത്. അപ്പോൾ അവിടെ f(x) 0 ആണ്. ഇനി dy/dt at t equal to 0 അതായിരുന്നു g(x). നമുക്ക് 0 തൊട്ടിട്ട് 20 വരെ g(x) വേണം. ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ 0 തൊട്ട് 10 വരെ g(x)ൻ്റെ വാല്യൂ x ആണ്. 10 തൊട്ട് 20 വരെ g(x)ൻ്റെ വാല്യൂ 20x ആണ്. ഇനി നമുക്ക് വേവ് ഇക്വേഷൻ നമുക്കറിയാം. നോക്കിയേ, ഇവിടുത്തെ u അല്ല ഇവിടുത്തെ വേരിയബിൾ, y ആണ് നമ്മുടെ വേരിയബിൾ. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എഴുതുമ്പോൾ u(xt) എന്ന് പറഞ്ഞല്ല എഴുതാം y(xt). കാരണം നമുക്ക് y എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ടാണ് നമ്മുടെ കണ്ടീഷൻസ് തന്നേക്കണത്. നമ്മുടെ വേവ് ഇക്വേഷൻ എന്താ വരുന്നത്, വേവ് ഇക്വേഷൻ എന്നുള്ളത്
ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ്. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഇനി നോക്കിയേ, നമുക്കറിയാം 1ൻ്റെ സൊല്യൂഷൻ, അതായത് y ഓഫ് എക്സ് ടി, നമ്മൾ നമ്മുടെ സാധാരണ വേവ് ഇക്വേഷൻ്റെ ഫോറിയർ സീരീസ് സൊല്യൂഷൻ എന്തായിരുന്നു? സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സൈൻ n പൈ എക്സ് ബൈ എൽ ഇൻറ്റു എ എൻ കോസ് n പൈ എ ടി ബൈ എൽ പ്ലസ് ബി എൻ സൈൻ n പൈ എ ടി ബൈ എൽ. എ എൻ എന്നുള്ളത് എന്താ? 2 ബൈ എൽ ഇൻ്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് സൈൻ n പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ബി എൻ എന്നുള്ളതോ 2 ബൈ n പൈ എ ഇൻ്റഗ്രൽ 0 ടു എൽ ജി ഓഫ് എക്സ് സൈൻ n പൈ എക്സ് ബൈ എൽ ഡി എക്സ്. എ എനും ബി എനും ഇത്രയും നമ്മുടെ സൊല്യൂഷനാണിത്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ഒന്ന് നോക്കിയ കണ്ടീഷൻസ്. y ഓഫ് എക്സ് 0 ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ എ എന്നിലെ ഇക്വേഷനിൽ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് 0 അപ്ലൈ ചെയ്ത് കൊടുത്താൽ എ എന്നുള്ളതേ 0 കിട്ടും. ഇനി നമുക്ക് ജി ഓഫ് എക്സ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് ഫംഗ്ഷൻ എക്സ് വെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 10, 20x വെൻ 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. നമ്മൾ അപ്ലൈ ചെയ്യാം. ബി എന്നിൻ്റെ ഇക്വേഷൻ എന്താ? 2 ബൈ n പൈ എ ഇൻ്റഗ്രൽ 0 ടു എൽ, എൽ എന്നുള്ളത് ഇവിടെ 20 ആണ്, ജി ഓഫ് എക്സ് സൈൻ n പൈ എക്സ് ബൈ 20 ഡി എക്സ്. നമ്മുടെ ഇൻ്റഗ്രൽ എന്നുള്ളത് 0 ടു 20 ആണ്. പക്ഷെ നമുക്ക് ജി ഓഫ് എക്സ് തന്നേക്കുന്നത് 0 തൊട്ട് 10 വരെ ഒരു വാല്യൂ, 10 തൊട്ടിട്ട് 20 വരെ ഒരു വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യണം. 0 ടു 10, 10 ടു 20. നമ്മളതിനെ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ നോക്കി നമുക്ക് കിട്ടണേ 2 ബൈ n പൈ എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 10 എക്സ് സൈൻ n പൈ എക്സ് ബൈ 20 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 10 ടു 20 20x സൈൻ n പൈ എക്സ് ബൈ 20 ഡി എക്സ് ഈക്വൽ ടു 2 ബൈ n പൈ എ. ഫസ്റ്റ് ഇൻ്റഗ്രൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇൻ്റഗ്രൽ എങ്ങനെ ഇക്വേറ്റ് ചെയ്യണം? ഫസ്റ്റ് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രൽ 0 ടു 10 എക്സ് സൈൻ n പൈ എക്സ് ബൈ 20. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷനാണ് നമ്മൾ ഐലേറ്റ് റൂൾ യൂസ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ദറ്റ് ഈസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് ഇൻ്റഗ്രൽ ഓഫ് സൈൻ n പൈ എക്സ് ബൈ 20. അതെന്താ പറയണേ? മൈനസ് കോസ് n പൈ എക്സ് ബൈ 20 ഡിവൈഡഡ് ബൈ n പൈ ബൈ 20 പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ആണ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്നുള്ളത് മൈനസ്, ആ മൈനസും മൈനസും ചേർന്നാണ് പ്ലസ് ആവണേ അവിടെ, കോസ് n പൈ എക്സ് ബൈ 20 ഡിവൈഡഡ് ബൈ n പൈ ബൈ 20, റേഞ്ച് കൊടുക്കുക 0 ടു 10 പ്ലസ് ഇനി സെക്കൻഡ് ഇൻ്റഗ്രലുണ്ട്, ഇൻ്റഗ്രൽ 10 ടു 20 20x സൈൻ n പൈ എക്സ് ബൈ 20 ഡി എക്സ്. അവിടെയും നമ്മൾ ഐലേറ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു 20x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അതായത് സൈൻ n പൈ എക്സ് ബൈ 20യുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് n പൈ എക്സ് ബൈ 20 ഡിവൈഡഡ് ബൈ n പൈ ബൈ 20 പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് 20xൻ്റെ ഡെറിവേറ്റീവ് 20 ആണ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് കോസ് n പൈ എക്സ് ബൈ 20 ഡിവൈഡ് ബൈ n പൈ ബൈ 20. ലിമിറ്റ് കൊടുക്കാം. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. നോക്കി, ഫസ്റ്റിൽ നമ്മുടെ ലിമിറ്റ് 0 ടു 10 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തേൽ ആദ്യം 10 അപ്ലൈ ചെയ്യുക. എക്സിന് 10 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ 2 ബൈ n പൈ പുറത്തുണ്ട്, എക്സിന് 10 കൊടുക്കുമ്പോൾ മൈനസ് 10 ഇൻറ്റു 20 ബൈ n പൈ, ആ ഡിനോമിനേറ്ററിനെ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് അവിടേക്ക് കൊണ്ടുവന്നതാണ്. കോസ് n പൈ 10 ബൈ 20 പ്ലസ് 0 കൊടുക്കുമ്പോൾ നോക്കാം, എക്സ് 0 കൊടുക്കുമ്പോൾ 0 ആയി, പ്ലസ് ഇനി അടുത്ത ഇൻ്റഗ്രൽ 0 ടു 10 കോസ് n പൈ എക്സ് ബൈ 20 n പൈ ബൈ 20. ആ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. 20 ബൈ n പൈ കോൺസ്റ്റൻ്റ് ആണ്. ഇനി കോസ് n പൈ എക്സ് ബൈ 20നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ n പൈ എക്സ് ബൈ 20 ഡിവൈഡഡ് ബൈ n പൈ എക്സ് ബൈ 20 n പൈ ബൈ 20. അവിടെയും നമ്മൾ ലിമിറ്റ് 0 ടു 10 മൈനസ് ഇനി നോക്കിയേ, നമ്മൾ സെക്കൻഡ് ഇൻ്റഗ്രലിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 20 ഇൻറ്റു 20 400 ഇൻറ്റു 20 ബൈ n പൈ കോസ് n പൈ എക്സിന് 20 കൊടുക്കുക, n പൈ 20 ബൈ 20 പ്ലസ് ഇനി 0 കൊടുക്കണം എക്സിന് 0 കൊടുക്കുമ്പോൾ അത് ഓൾറെഡി 0 ആയിപ്പോയി. പിന്നെ നമ്മൾ അടുത്ത ഇൻ്റഗ്രൽ 0 ടു 20 കോസ് n പൈ എക്സ് ബൈ 20 ഡിവൈഡ് ബൈ n പൈ ബൈ 20. ആ കോൺസ്റ്റൻറ്റ് നമ്മൾ പുറത്തെടുക്കും എഴുതുമ്പോൾ 200 ഇൻറ്റു 20 ബൈ n പൈ എന്ന് കിട്ടും, കോസ് n പൈ ഇൻറ്റു 10 ബൈ 20. അതായത് നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതിയാണതാണ്. പ്ലസ്
അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതിയാണതല്ല. നമ്മളവിടെ നോക്കി ഞാനവിടെ ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. നമ്മൾ സെക്കൻഡ് ടേമിൽ നമ്മുടെ ലിമിറ്റ് എന്നുള്ളത് 10 to 20 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം 20 അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം, പിന്നെ 10 അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സെക്കൻഡ് ടേം കിട്ടണത്. പിന്നെയാണ് നമ്മൾ ആ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് 400 ഡിവൈഡഡ് ബൈ n പൈ സൈൻ n പൈ x ബൈ 20 ഡിവൈഡഡ് ബൈ n പൈ ബൈ 20. വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 10 to 20. നോക്കിയത് നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും എന്നറിയാം. പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതായത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ചില ടേംസൊക്കെ 0 ആയി പോവും. പിന്നെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു which is equal to 2 by n pi a into നോക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് -200 ഡിവൈഡഡ് ബൈ n പൈ കോസ് n പൈ ബൈ 2 പ്ലസ് 400 ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ ബൈ 2 മൈനസ് സൈൻ 0. ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് -8000 ഡിവൈഡഡ് ബൈ n പൈ കോസ് n പൈ പ്ലസ് 4000 ഡിവൈഡഡ് ബൈ n പൈ കോസ് n പൈ ബൈ 2 പ്ലസ് 8000 ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ മൈനസ് സൈൻ n പൈ ബൈ 2. നോക്കിയേ, ഇനി നമുക്കറിയാം സൈൻ n പൈ എന്നുള്ളത് 0 ആണ്. അങ്ങനെ അറിയാവുന്ന വാല്യൂ ഒക്കെ നമ്മൾ കൊടുക്കുക. സൈൻ 0 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ബൈ n പൈ എ -200 ഡിവൈഡഡ് ബൈ n പൈ കോസ് n പൈ ബൈ 2 പ്ലസ് 400 ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ ബൈ 2 മൈനസ് 8000 ഡിവൈഡഡ് ബൈ n പൈ കോസ് n പൈ പ്ലസ് 4000 ഡിവൈഡഡ് ബൈ n പൈ കോസ് n പൈ ബൈ 2 മൈനസ് 8000 ഡിവൈഡഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ ബൈ 2 എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇനി നമ്മൾ എന്താ ചെയ്യണേ? കോസ് n പൈ ബൈ 2 അവിടെ -200 ബൈ n പൈ കോസ് n പൈ ബൈ 2 ഉണ്ട്. പിന്നെ പ്ലസ് 4000 ഡിവൈഡ് ബൈ n പൈ കോസ് n പൈ ബൈ 2 ഉണ്ട്. അതിനെ ഒരുമിച്ചാക്കുമ്പോൾ നമുക്ക് 3800 ഡിവൈഡ് ബൈ n പൈ കോസ് n പൈ ബൈ 2 കിട്ടും. അതുപോലെ അവിടെ ഒരു പ്ലസ് 400 n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ ബൈ 2 ഉണ്ട്. മൈനസ് 8000 ഡിവൈഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ ബൈ 2 ഉണ്ട്. അത് ഒരുമിച്ചാവുമ്പോൾ -7600 ഡിവൈഡ് ബൈ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ ബൈ 2 പിന്നെ -8000 ഡിവൈഡഡ് ബൈ n പൈ കോസ് n പൈ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ ആ കോസ് n പൈക്ക് -1 റേസ് ടു n കൊടുക്കുമ്പോൾ ആ ലാസ്റ്റ് ടേം -1 റേസ് ടു n പ്ലസ് 1 കിട്ടും. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? bn നമുക്ക് കിട്ടി. ഇനി നമ്മൾ സൊല്യൂഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി bnന്. അപ്പം നമുക്ക് y ഓഫ് x t is equal to summation n is equal to 1 to infinity 2 by n pi a into 3800 divided by n pi cos n pi by 2 minus 7600 divided by n square pi square sin n pi by 2 plus -1 all raised to n plus 1 8000 divided by n pi into sin n pi x by l sin n pi at by l. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. നോക്കി, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. നിങ്ങൾ ഈ ഇൻ്റഗ്രലൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോട്ടിൽ എഴുതുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്ത് നിങ്ങൾ തന്നെ അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി, ആ കോൺസ്റ്റൻറ്റ് എനും ബിനും കണ്ടുപിടിച്ച് സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യാം. താങ്ക് യു.